ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ 160 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്കുകൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം, ജനറൽ സർവീസ്, ബ്രേക്ക് സൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ കോൺസെറ്റ് ചെക്കപ്പ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട്, ബ്രേക്ക് പാഡ് പോയിട്ട് ഉരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസ് ആണ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിൻ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ബാക്ക് സൈഡിൽ നിന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറിൻ്റെ സൗണ്ട് ഉണ്ട്, ഫ്രണ്ട് ബ്രേക്ക് പാഡ് തീർന്നിട്ട് അത് വരെയുണ്ട്, കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഫ്രണ്ട് മൺകാട് പൊട്ടി കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഷേക്ക് ഉണ്ട്. ബാക്കിലത്തെ 2 ഫുട് റെസ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ജർക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് കയറ്റി ജനറൽ സർവീസിനായിട്ട് നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ആ പൊടി ഹബിനിടയിൽ വരുമ്പോൾ വന്ന സൗണ്ടാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ റെഡി ആയിക്കോളും. പിന്നെ ടയറൊക്കെ പുതിയ ടയറാണ്, ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സ്പോക്കറ്റ് ഫുള്ള് കംപ്ലയിൻ്റ്. അതായത് സ്പോക്കറ്റിൻ്റെ ടീത്തൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നു പോയി. ഫ്രണ്ടിലത്തെ ടീത്ത് കണ്ട, ഈ സൈഡൊക്കെ ടീത്ത് ഫുള്ള് തേമാനം വന്നു പോയി. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പ് ആടി, അത് മൊത്തത്തിലാണ് മാറ്റാൻ പറ്റുള്ളൂ. ആ ചെയിൻ കിറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ റബ്ബർ സെറ്റ് കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ട. എയർ ഫിൽറ്ററും നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ജെനുവിൻ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പം കുറച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അത് ഈ ചേസ് സീറ്റിൻ്റെ ഉള്ളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഒന്ന് ഇതാക്കാറുണ്ട്. ഞങ്ങൾ തൽക്കാലം ഈ തുരുമ്പുള്ള ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് അഴിച്ച് കഴുകണം, എന്നാലാണ് ഈ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ, കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്നാലും ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം. ഈ വെള്ളം വന്ന് നമുക്ക് സീറ്റ് വന്ന് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് വെള്ളം നിന്നിട്ട് തുരുമ്പിട്ട് ഇങ്ങനെ വട്ടം ഒടിഞ്ഞു പോകും, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഞാനൊരു വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടിയുടെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്താണ്. ഇതും ഇരിക്കുന്ന ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബാറ്ററി ഒന്നും വെച്ചിട്ട് എൻ്റെ ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ ഓൾറെഡി വർക്കിംഗ് ഫംഗ്ഷനൊക്കെ കറക്റ്റാണ്. അതേപോലെ തന്നെ വണ്ടിമേന്ന് ചാർജ് കയറുന്ന അളവും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. ബാറ്ററി 2023 ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ചാർജിൽ ഇട്ടായിരുന്നു, അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ 9.12 ഉള്ളൂ. അത് സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്ന ടൈം ഞാൻ ലോഡ് കൊടുത്ത് നോക്കണം. അപ്പോൾ നമ്മൾ സെൽഫൊക്കെ അടിക്കുമ്പോഴാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് ലോഡ് എടുക്കുക. അപ്പോൾ അതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും ഫുൾ ഡെഡായി പോകണം. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫ് ഇൻഡിക്കേറ്റർ, ഹോണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി എന്തെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ മൺകാട് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. മൺകാടിൻ്റെ ഈ ഉൾഭാഗം പൊട്ടിയിട്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് കൂടാണ്ട് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബെയറിംഗ് ഈ ഭാഗത്തായിട്ട് വന്നത്. ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് അതിൻ്റെ ഷേക്ക് വരും. മൺകാട് കിടന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഷേക്ക് നല്ല രീതിയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു. ബ്രേക്ക് പാഡ് ഓൾറെഡി തീർന്ന് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഈ സൈഡൊക്കെ ടച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ പാഡ് സെറ്റ് നമുക്ക് മാറ്റണം. ശരിക്കും ഇതിൻ്റെ ഈ ഡിസ്ക് പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റ് അസംബ്ലി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതും നല്ല രീതിയിൽ തേമാനം വന്ന് ഉള്ളിലേക്ക് കയറിപ്പോയേക്കാണ്. 2 സൈഡും തേമാനം വന്നിട്ട് ഒട്ടും കട്ടിയില്ലാതെ 3.5 mm ആണ് ശരിക്കും ഇതിൻ്റെ അളവ്. ഇപ്പോൾ ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 2.5 mm 2 mm അടുത്ത് കഷ്ടമുള്ളൂ. പുറമേത്തെ അല്ല, അതിൻ്റെ ഉള്ളിലത്തെ ലെങ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ. അത്രയ്ക്കും തേമാനം വന്നു പോയിട്ടുണ്ട്. അത് നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് വന്ന തേമാനമാണ്. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റിയിടാം. പക്ഷേ ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റും പാഡും കൂടി മാറ്റിയാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ പാഡ് സെറ്റ് ഫുള്ള് മാറ്റിയിട്ടാലും നമുക്ക് ആ തേമാനമുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാണ്ട് പോകും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയും. അതൊക്കെയാണ് വേറൊരു സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000-1300 അടുത്ത് കണ്ടാണ് അതിൻ്റെ റേറ്റ് എന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം, വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റി അതിൻ്റെ ബൂട്ട് സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്കപ്പാണ് പറഞ്ഞത്. അതേപോലെ നോക്കുമ്പോൾ നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഓയിൽ അത് തന്നെ മതി. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചൊരു കംപ്ലയിൻ്റ് ഒന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴും കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ കാർബറേറ്ററിൻ്റെ കേസ് എന്ന് വെച്ചാൽ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ അഴിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള ഇന്ധനം. അപ്പോൾ നമ്മളത് അഴിക്കണ സമയത്ത് ഇപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ അടിയിൽ വന്ന ചേമ്പറിൽ പെട്രോൾ കിടന്നിട്ട് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള കേസിൽ ചിലത് ഓവർഫ്ലോ വരും, ചിലത് മിസ്സിങ് വരും, ചില റണ്ണിങ്ങിൽ വണ്ടി ഇങ്ങനെ ഓട്ടത്തിൽ പെട്രോൾ കിട്ടാത്ത രീതിയിൽ ഓഫായി പോകും, ജെറ്റുകളൊക്കെ ബ്ലോക്ക് ആയിട്ട്. അതൊക്കെ സാധാരണ കോമൺ ആയിട്ട് വന്ന കേസാണ്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കംപ്ലയിൻസൊന്നും നമ്മുടെ വണ്ടിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം തൊടാതിരിക്കുന്നത് നല്ലത്. ഇനിയിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തു എന്ന് കരുതാം.
അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു 10 വണ്ടി ഞങ്ങളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൽ 8 വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നതിൻ്റെ കേസ്. കാർബറേറ്ററിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഓവർഫ്ലോ വരും. ഓവർഫ്ലോ വന്നാൽ പിന്നെ കാർബറേറ്ററൊക്കെ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരും. ഇച്ചിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞു വയ്ക്കുക, ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. നമുക്കത് ചെയ്യേണ്ടി വന്നാൽ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ടതാണ്. മിനിമം നമുക്ക് അതിനകത്ത് 550 രൂപയാണ് അതിൻ്റെ റേറ്റ് വരാം. പിന്നെ അതിൻ്റെ വാക്യൂം ടെസ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. എന്ത് കാരണം കൊണ്ടാണ് അത് അഴിക്കാത്തതിൻ്റെ കേസ്, അത് അഴിക്കേണ്ട ആവശ്യം ഇപ്പോൾ നിലവിൽ ഓടിച്ചു നോക്കുമില്ല. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കയറ്റി അഴിക്കാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ലത്. പിന്നെ അതിൻ്റെ സൈലൻസറിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് സൈലൻസർ കോട്ടിംഗ് ആയിട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് കാര്യമായിട്ടുള്ള തുരുമ്പിട്ട് വിട്ടുപോത്ത് വെൽഡിങ് കാര്യങ്ങളിലേക്കൊന്നും പോവില്ല. അത് ഇടയ്ക്ക് മഫ്ലർ കോട്ടിങ് ചെയ്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇച്ചിരി എക്സ്പെൻസ് ആയിട്ടുള്ള സൈലൻസറുകളൊക്കെയാണ്. അപ്പോൾ സൈലൻസർ കോട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി ഞാൻ പറയാം. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇനി ജസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുള്ളൂ. വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കണ്ട കേസ് നമ്മൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം, ഈ കോൺസെപ്റ്റിൻ്റെ അടക്കം കേട്ടോ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം എന്നിട്ട് വേണം നമുക്കത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എത്ര എക്സ്പെൻസ് നമ്മുടെ എസ്റ്റിമേറ്റ് ആക്കുമ്പോൾ ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് ചെയ്യാനായിട്ട് കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ കൈയോടെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് നമുക്ക് എന്തെങ്കിലും തിങ്കളാഴ്ചത്തേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. അതിനകത്ത് ബാറ്ററിയും ചെയിൻ സ്പോക്കറ്റിലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം.